വിവാഹമോചന കേസ് കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കാറുണ്ട്. കേസിൽ വിധി പറയുന്നതിന് മുൻപ് ജീവനാംശം സംബന്ധിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാകണം. തിരുവനന്തപുരത്തെ ഒരു കുടുംബ തർക്കത്തിൽ ഒത്തുതീർപ്പിനായി കൈപ്പറ്റിയ തുക വക്കീല് തട്ടിയെടുത്തൊരു കഥയിലേക്കാണ്. മധ്യസ്ഥ ചർച്ചയ്ക്കിടെ പരാതിക്കാരൻ നൽകിയ 40 ലക്ഷം രൂപ എതിർകക്ഷിക്ക് കൈമാറാതെ അടിച്ചുമാറ്റിയ അഭിഭാഷകയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തുക നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് അഡ്വക്കേറ്റ് സുലേഖയെയും സുഹൃത്ത് അരുൺ ദേവിനെയും പിടികൂടിയത്. സുലേഖയുടെ ഭർത്താവ് ഒളിവിലാണ്. വിവാഹമോചന കേസിൽ കുടുംബ കോടതി മധ്യസ്ഥതയ്ക്കിടെ പരാതിക്കാരൻ നൽകിയ 40 ലക്ഷം രൂപ എതിർകക്ഷിക്ക് കൈമാറാതെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്നാണ് പരാതി. 2025 ജൂലൈയിൽ തുക അഭിഭാഷകയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെങ്കിലും പിന്നീട് 11.20 ലക്ഷം മാത്രം തിരികെ നൽകി. 28.80 ലക്ഷം ഇപ്പോഴും കുടിശ്ശികയായി ഉണ്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരന്റെ സമ്മതത്തോടെ പണം ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന തെറ്റായ അവകാശവാദമാണ് ഉന്നയിച്ചത്. ഇതോടെ അന്വേഷണം ശക്തിപ്പെടുത്താനും പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്ന് അഭിഭാഷകയ്ക്കെതിരെ കേരള ബാർ കൗൺസിലിൽ പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ മുൻപും ഇവർക്കെതിരെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മുൻപ് ഹൈക്കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും 10 ദിവസത്തിനുള്ളിൽ തുക തിരികെ നൽകുമെന്ന അഭിഭാഷകയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അറസ്റ്റ് നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ സമയപരിധി പലതവണ ലംഘിച്ചതോടെ കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചു. സുലേഖയെയും അരുൺ ദേവിനെയും തമിഴ്നാട്ടിലെ എടപ്പാളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രണ്ടാം പ്രതിയും സുലേഖയുടെ ഭർത്താവുമായ നസീർ ഒളിവിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.